الله وبركاته. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. رب اشرح لي صدري ويسر لي امري وهو العقدة من لساني يفقه قولي. الله سبحانه وتعالى മഹത്തായ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയൊരു നമ്മളുടെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ അവിടുത്തെ ജീവിതം, അവിടുത്തെ സ്നേഹം പറഞ്ഞാൽ തീരാത്ത അത്രത്തോളം നാം ഓരോരുത്തരും കേട്ടറിഞ്ഞവരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു ഫഖീറായ ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. ഫഖീറായ മനുഷ്യൻ അങ്ങ് നടന്നു വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട്, തങ്ങളെ എന്നെ ഒന്ന് ഏറ്റെടുക്കണം, തങ്ങളെ എന്നെ സഹായിക്കണം, തങ്ങളെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു ഫഖീറായ മനുഷ്യൻ വന്നുകൊണ്ട് പറയാണ്, പ്രിയമുള്ളവരെ, എന്താണ് മനുഷ്യൻ വന്ന് ഖേദിക്കുന്നത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, തങ്ങളെ എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം, എന്നെ ഒന്ന് നിങ്ങൾ സഹായിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഈ മനുഷ്യനെന്ന് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹ്, ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാണ്, മോനെ, കരുണയുടെ വിളിയാണ്, സമാധാനത്തിന്റെ വിളിയാണ് മോനെ. എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല മോനെ, എന്നെയാണ് ഞാൻ നിനക്ക് എന്താണ് നിനക്ക് തരിക? എന്റെ കയ്യിലൊന്നുമില്ല മോനെ. തങ്ങള് ഫഖീറായ മനുഷ്യനോട് പറയുമ്പോ ആ മനുഷ്യൻ അവിടുന്ന് പോകുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് തരൂ തങ്ങളെ എന്ന് ആ മനുഷ്യൻ അവിടുന്ന് ചോദിക്കുമ്പോ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ആ മനുഷ്യനോട്, ഫഖീറായ മനുഷ്യനോട് പറയാണ്, മോനെ, നിനക്ക് എന്ത് ആവശ്യമാണോ വേണ്ടത്, നിനക്ക് എന്ത് സാധനമാണോ വേണ്ടത്, അത് ഇന്നാലിന്ന ആളിന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് പോയിട്ട് നീ സ്വീകരിച്ചോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്റെ കയ്യിലൊന്നുമില്ല, നീ ഇന്നാലിന്ന ഫുലാനിന്റെ അടുത്ത് പോയിട്ട് നീ വാങ്ങിക്കോ, എനിക്ക് ആവശ്യമുള്ളത് അവിടുന്ന് സ്വീകരിച്ചോ, അതിനുള്ള കാശ് ഞാൻ കൊടുത്തോളാം, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെലവഴിച്ചോളാം, നിനക്ക് ആവശ്യമുള്ളത് വാങ്ങിയിട്ട് നീ തിരിച്ചു പോയിക്കോ എന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട, നാം ഓരോരുത്തരും ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് തറപ്പിക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാണ്, ഇങ്ങനെ പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അല്ലയോ തങ്ങളെ, എന്തിനാണ് ഇങ്ങനെയുള്ള ഭാരങ്ങളൊക്കെ തലയിലേക്ക് നടക്കുന്നത്? എന്തിനാണ് തങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടുന്നൊന്നും മിണ്ടുന്നില്ല. ഉമർ തങ്ങൾ വീണ്ടും പറയാണ്, തങ്ങളെ,
നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിറവേറ്റാനുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വീണ്ടും തലയിലേക്ക് ഏറ്റുന്നത് എന്ന് അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും മിണ്ടുന്നില്ല. അതാ പുറത്തുള്ള ഒരു സ്വഹാബത്ത് അവിടുന്ന് പറയാണ്, തങ്ങളെ നിങ്ങൾ പതറരുതേ, നിങ്ങൾ അവിടുന്ന് നിർത്തിവെക്കരുത്, നിങ്ങൾ ഏറ്റെടുത്തോളൂ, നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും ഏറ്റെടുത്തോളൂ. നിങ്ങളെ കൂടെ റബ്ബുണ്ട്, നിങ്ങളെ കൂടെ അല്ലാഹുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പിന്നെ ഏറ്റെടുക്കാതിരിക്കുന്നത്? നിങ്ങൾ ഏറ്റെടുത്തോളൂ തങ്ങളെ എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്വഹാബത്ത് അവിടുന്ന് പറഞ്ഞപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പുഞ്ചിരിക്കുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തിനാണ് പുഞ്ചിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇവന്റെ കൂടെയാണ് ഞാൻ, ഈ സ്വഹാബത്തിന്റെ വാക്കിന്റെ കൂടെയാണ് ഞാൻ, ഇതാണ് എന്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തൊരു സ്നേഹത്തിന്റെ നിറകുടമാണ്, എന്തൊരു സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ നിറകുടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമ്മൾക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ. തങ്ങളുടെ ചരിത്രങ്ങൾ തീർന്നിട്ടുണ്ടോ? ഇല്ല. ഒരുപാട് സംഭവങ്ങൾ നാം ഓരോരുത്തരും കേട്ടറിഞ്ഞവരാണ്, നമ്മുടെ മുമ്പിൽ പരതി നിൽക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിന്റെ മണ്ണിലെ യുദ്ധത്തിന് വേണ്ടിയിട്ട് കിടഞ്ഞു കയറുന്ന സമയത്ത് വിശന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ സംഭവം നാം ഓരോരുത്തരും കേട്ടവരാണ്. അവിടേക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് വന്ന സ്വഹാബത്തില്ലേ, ആ സ്വഹാബത്ത് തങ്ങളോട് എന്താണ് പറഞ്ഞത്? തങ്ങളെ, നിങ്ങൾക്കും 2-3 അനുയായികൾക്ക് മാത്രമുള്ള ഭക്ഷണം എന്റെ വീട്ടിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ 2-3 ആളുകൾ കൂട്ടിയിട്ട് അവിടത്തേക്ക് ഒന്ന് വരണം, അവിടെ നല്ലൊരു ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്തത്? അവിടെയുള്ള സ്വഹാബത്തിനെല്ലാം കൂട്ടിപ്പോയില്ലേ? സ്നേഹത്തിന്റെ നിറകുടമായത് കൊണ്ടല്ലേ? തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ കൽബിലെല്ലാവരും കൂട്ടുറപ്പിക്കേണ്ടതുണ്ട്. ഉമ്മത്തീങ്ങളായ നമ്മെ എത്രത്തോളം അവിടുന്ന് സ്നേഹിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മൾക്ക് അവിടുത്തെ ഉള്ള സ്നേഹം നമ്മുടെ കൽബിൽ ഊട്ടിയുറപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കം നമ്മുടെ കൽബിലേക്ക് തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.